പലതരം സർവേകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്നത്. കേരളത്തിലടക്കം അനവധി ചാനലുകളും മാധ്യമങ്ങളും സർവേകൾ നടത്തി മുന്നേറുമ്പോൾ ഇതാ ഒരു പുതിയ സർവേ വന്നിരിക്കുന്നു. ദൈനിക് ഭാസ്കർ നീൽസൺ സർവേ പ്രകാരം INDA മുന്നണി, അതായത് കോൺഗ്രസ് നയിക്കുന്ന INDA മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ അധികാരത്തിൽ കയറുമെന്നാണ് സർവേ പറയുന്നത്. INDA മുന്നണിക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ 336 സീറ്റുകൾ ലഭിക്കും. BJP നയിക്കുന്ന NDA മുന്നണിക്ക് 194 സീറ്റുകൾ മാത്രമാണ് ലഭിക്കുക. മറ്റുള്ളവർക്ക് 23 സീറ്റുകൾ ലഭിക്കും. ഈ സർവേ ക്ലിപ്പിംഗ്സ് സഹിതം, പത്രത്തിൻ്റെ ക്ലിപ്പിംഗ്സ് സഹിതം ദക്ഷിണേന്ത്യയിലാകെ വ്യാപിക്കുകയാണ്. ഏപ്രിൽ 13-നാണ് ഈ സർവേ നടന്നത് എന്നാണ് പറയുന്നത്. ഈ സർവേ ഏപ്രിൽ 13-ന് തന്നെയാണ് ഇത് ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഷെയർ ചെയ്തിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ദക്ഷിണേന്ത്യൻ സെൽ ചെയർപേഴ്സണും മഹാരാഷ്ട്ര കോൺഗ്രസ് കമ്മിറ്റി അംഗമായ ലക്ഷ്മി നായർ, തെലങ്കാനയുടെ കോൺഗ്രസ് സമിതി അംഗങ്ങൾ, ദക്ഷിണേന്ത്യയിലുള്ള എല്ലാ കോൺഗ്രസ് അംഗങ്ങളുമാണ് ഇത് ദൈനിക് ഭാസ്കറിൻ്റെ ആ പത്ര കട്ടിംഗ് ഉൾപ്പെടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഏതായാലും അവർ അതിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ കൂടി ഇങ്ങനെയാണ്. ദില്ലി, മഹാരാഷ്ട്ര, ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നും BJP പൂർണ്ണമായി തുടച്ചു നീക്കപ്പെടും. ദക്ഷിണേന്ത്യ പൂർണ്ണമായി INDA മുന്നണിക്ക് കീഴിൽ അമരും. വലിയ സീറ്റുകൾ നേടി അവർ അധികാരത്തിൽ വരുമെന്ന് പറയുന്നത്. പക്ഷേ ഈ വാർത്ത ഷെയർ ചെയ്തതിന് തൊട്ടു പിന്നാലെ ഏപ്രിൽ 13-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ദൈനിക് ഭാസ്കർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ലീഡിംഗ് പത്രം അവരുടെ ട്വിറ്റർ അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ചെയ്തു. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ഇത് ഫേക്ക് ന്യൂസാണ്, തങ്ങൾ നിയമ നടപടി തുടങ്ങിക്കഴിഞ്ഞു എന്ന്. ഏതായാലും സർവേ കോടതി കയറുന്നത് ഇതൊരു പക്ഷേ ആദ്യമായിരിക്കും. ഏതായാലും സർവേയിലൂടെ ജയിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമം കോൺഗ്രസ് നടത്തിയിരുന്നു. ദക്ഷിണേന്ത്യയിലെങ്കിലും അവരുടെ കാൽച്ചൂട്ടിലെ മണ്ണ് ഉറപ്പിച്ചു നിർത്താനുള്ള ശ്രമമായിരിക്കാം ഒരു പക്ഷേ നടത്തിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ ദൈനിക് ഭാസ്കർ നൽകിയ കേസ് പേരിൽ കോടതി കയറി ഇറങ്ങാനാണ് ഇത് ഷെയർ ചെയ്തവരുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ വിധി എന്ന് തോന്നുന്നു. ഏതായാലും ദൈനിക് ഭാസ്കർ നമുക്കറിയാം ഇന്ത്യയിലെ ലീഡിംഗ് പത്രമാണ്. അത്തരത്തിലൊരു പത്രത്തിൻ്റെ ഹെഡിങ്ങും ഒക്കെ വെച്ച് വ്യാജ വാർത്ത പടച്ചുവിടുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വേറെ ഏതെങ്കിലുമൊക്കെ ശ്രദ്ധിക്കപ്പെടാത്ത പത്രത്തിൻ്റെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കണ്ണിൽ പിടികിട്ടില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.